ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന മരുന്നുണ്ട വീട്ടിലെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നൊരു വീഡിയോ ആണ്. കർക്കിടക മാസത്തിൽ പൊതുവേ രോഗപ്രതിരോധ ശേഷിയെല്ലാം കുറഞ്ഞിട്ട് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സന്ധിവേദനയ്ക്ക് മുട്ടുവേദന, അതുപോലെ മുടി കൊഴിച്ചിൽ, സ്ത്രീകളുടെ ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു മരുന്നുണ്ട കഴിക്കുന്നത്. അതുപോലെ സ്ത്രീകളുടെ പ്രസവരക്ഷയ്ക്കായിട്ടും ഈ ഒരു മരുന്നുണ്ട കഴിക്കുന്നത് നല്ലതാണ്. മരുന്നുണ്ട സാധാരണ നമ്മൾ കർക്കിടക മാസത്തിലാണ് കഴിക്കാറുള്ളത്. കർക്കിടക മാസം എന്ന് പറയുന്നത് ഒരു ദുർഘടമെന്ന് പണ്ടേ പറയാറുണ്ട്. പണ്ട് തൊട്ടേ കർക്കിടക മാസത്തിലാണ് നമ്മൾ ശരീരം സംരക്ഷിക്കാനുള്ള ഒരു മാസമായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് കാരണം ഈ മാസങ്ങളിൽ നല്ല തണുപ്പും മഴയായിരിക്കും. അപ്പോൾ നമ്മളുടെ ശരീരം ഇളമിക്കും, രോഗപ്രതിരോധ ശേഷി കുറയും, ഒരുപാട് അസുഖങ്ങൾ വരും. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെയുള്ള ആയുർവേദ മരുന്നുകൾ അടങ്ങിയ മരുന്നുണ്ടകളും ഔഷധക്കൂട്ടുകൾ ചേർത്ത മരുന്ന് കഞ്ഞികളെല്ലാം കുടിക്കുന്നത്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള ഗുണങ്ങളെല്ലാം നമ്മളുടെ ശരീരത്തിനും അതേപോലെ ഹെയറിനും സ്കിന്നിനും എല്ലാം കിട്ടും. അപ്പം ഈ ഒരു മരുന്നുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും സ്ത്രീകൾ കർക്കിടക മാസത്തിൽ ഈ ഒരു മരുന്നുണ്ട് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്കിന്നിനും ഹെയറിനും ബോഡിക്കും എല്ലാം നല്ലതാണ്. മരുന്നുണ്ട് തയ്യാറാക്കാനായിട്ട് അയമോദകം എടുത്തിട്ടുണ്ട്, അജ്വൈൻ, പിന്നെ ഞവര അരിയാണ് എടുത്തത്, പിന്നെ നല്ല ജീരകവും ഏലക്കായും എടുത്തിട്ടുണ്ട്, വെളുത്ത എള്ള ആവശ്യമാണ്, പിന്നെ മെയിനായിട്ട് ആശാളി, ഇത് ആയുർവേദ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും, പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ ആശാളിയാണ് മരുന്നെന്ന് പറയുന്നത്. പിന്നെ ഉലുവ, കറുത്ത എള്ള്, ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിലക്കടല എടുത്തിട്ടുണ്ട്, അതോടൊപ്പം കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ശർക്കര മധുരത്തിന് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ വേണം, നെയ്യ് വേണം. പിന്നെ ആശാളി എന്താണെന്ന് അറിയാത്തവർക്ക് ആയുർവേദ കടകളിലില്ലേ മരുന്ന് കട, അവിടെ പോയി അന്വേഷിച്ചാൽ ആശാളി കിട്ടും. അതൊരു ഔഷധ സസ്യമാണ്, ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. എല്ലാം ഒന്നിച്ചിട്ട് വറുത്തെടുക്കരുത്, ഓരോന്നിനും ഓരോ പാകമല്ലേ. അപ്പം ഓരോന്നായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് ഞവര അരി ഇട്ട് കൊടുക്കാം. അപ്പം ഞവര അരി കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് മട്ട അരിയോ കുത്തരിയോ എല്ലാം എടുക്കാം. ഞവര അരിയിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ഒരു അരി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പ്രമേഹമുള്ളവർക്കും ബലക്ഷയത്തിനും എല്ലാം ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതായിരിക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ. ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വറുത്തെടുക്കണം. കണ്ടില്ലേ, കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊട്ടി വരണം. നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ആശാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് ഞവര അരിയാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ 1/4 കപ്പ് അളവിലാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുള്ളത്. ആയുർവേദത്തിൽ ഒരു പ്രധാനപ്പെട്ട ഔഷധ സസ്യം തന്നെയാണ് ആശാളി. ത്വക്ക് രോഗത്തിനും നേത്രരോഗത്തിനും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രസവരക്ഷയ്ക്കും പ്രമേഹത്തിനും ത്വക്ക് രോഗത്തിനും എല്ലാം വളരെ നല്ലതാണ് ആശാളി. അപ്പോൾ ഇതും നന്നായി പൊട്ടി വന്നതിന് ശേഷം മാറ്റി വയ്ക്കാം. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കണം. കറുത്ത എള്ളും 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതും നന്നായിട്ട് പൊട്ടി വരണം. സ്ത്രീകളിലെ ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്കും PCODക്കും എല്ലാം നല്ലതാണ് കറുത്ത എള്ള്. ഇനി വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് പൊട്ടി വരുന്നവരെ വറുത്തെടുക്കാം. എള്ളും ഇതുപോലെ നന്നായിട്ട് പൊട്ടി വരണം, അതുവരെ വേണം വറുത്തെടുക്കാനായിട്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതുപോലെ കളറൊന്ന് മാറുന്നവരെ വറുത്തെടുക്കാം. ഇനി കുറച്ച് നിലക്കടല അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും വറുത്തെടുക്കാം. ഇതെല്ലാം എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. എല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും നട്ട്സ് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് അജ്വൈനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അജ്വൈൻ്റെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. വയറിനെല്ലാം വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് നല്ല ജീരകവും ഏലക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കണം. അതൊന്ന് ചൂടാറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങയിലെ വാട്ടർ കണ്ടൻറ്റ് പോകാൻ വേണ്ടിയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഈ ഒരു മരുന്നുണ്ട് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിക്കേണ്ടതല്ലേ. ഇങ്ങനെ വറുത്തെടുക്കാതെ നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കേടായിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് വരണം. എന്നാലും ഒരുപാട് കളറൊന്നും മാറി മൂത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ അളവ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
ഇതിനകത്ത് ചേർത്തിട്ടുള്ള മരുന്നുകൾക്കെല്ലാം കുറച്ച് കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഉലുവ ആയാലും ആശാളി ആയാലും എള്ളായാലും എല്ലാം. അപ്പോൾ അതിൻ്റെയൊക്കെ ബാലൻസ്, ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കര ഒന്ന് വറ്റി തേങ്ങയിലേക്കൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചാണ് പൊടിച്ചെടുക്കുന്നത്. സെപ്പറേറ്റ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അതിനനുസരിച്ചിട്ട് എത്രയാണോ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. നന്നായിട്ട് വറുത്തെടുത്തുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ട കേടായിട്ട് പോകും. അതുപോലെ പൊടി നമ്മൾ ഇടുന്ന ഒരു പാത്രവും നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം വേണം ഇടാനായിട്ട്. നമ്മളിത് 1-2 ദിവസം കൊണ്ട് കഴിച്ച് തീർക്കുന്നതല്ല. അപ്പോൾ മാസങ്ങളോളം വെക്കുന്ന സമയത്ത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെതൊന്നും പാടില്ല. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഈ ഒരു ഉണ്ട തയ്യാറാക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ശർക്കരയ്ക്കൊന്ന് വറ്റി തേങ്ങയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് നല്ല പശുവിൻ നെയ്യില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റും കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. നെയ്യെല്ലാം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ആ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയും പൊടികളും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഇനി കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യുടെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ ഒരു ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം പൊടി നന്നായിട്ട് നനയുന്ന ആ ഒരു ഇതെല്ലാം മിക്സ് ആകുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരുപാട് ഒരു ഇളം ചൂടോടുകൂടി നമുക്കിത് ഉരുട്ടിയെടുക്കണം. അതുപോലെ നമ്മൾ കൈയെല്ലാം നന്നായിട്ട് തുടച്ച് വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം ഇത് വെക്കാനായിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിട്ട് പോകും. അപ്പം നമുക്ക് ഉരുട്ടിയെടുക്കുന്നത് ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട്. ഡെയിലി നമ്മൾ ഓരോ ഉണ്ട വീതം കഴിച്ചാൽ മതി. രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇതിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചായയുടെ കൂടെ, ഞാനൊക്കെ രാവിലെ ചായയുടെ കൂടെയാണ് കഴിക്കാറ്. വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ കയ്പ്പൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് വെറുതെ കഴിക്കുന്നത് നല്ലതാണ്. മധുരമൊക്കെ നന്നായിട്ട് ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഒരുപാട് അറിയില്ല. എന്നാലും ഇതിനകത്ത് ചേർത്ത മരുന്നിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മരുന്നുണ്ട തയ്യാറാക്കാനായിട്ട്. ഈസി അല്ലേ? ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ഉണ്ട പ്രത്യേകിച്ച് സ്ത്രീകൾ തീർച്ചയായിട്ടും കഴിക്കണം. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കും. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. പുറത്ത് തന്നെ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഇതിൽ നിന്ന് ഓരോ ഉണ്ടകളായിട്ട് എടുത്തിട്ട് ഓരോ ദിവസം നമ്മൾ കഴിക്കുക. നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ആയുർവേദ ഗുണങ്ങളുള്ള മരുന്നുകളൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിലും കുറേ എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു. എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കും.